നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് വടയാണ്. അതിനായി കുറച്ച് ഉഴുന്ന് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ടതിന് ശേഷം അധികം ഒന്ന് വെള്ളം ഒഴിക്കണം. ഒരു ടീസ്പൂൺ മാത്രം, ഒരു സ്പൂൺ മതി കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം. അതിനായി ഒരു ടീസ്പൂൺ വെള്ളം ഒഴിക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇത് അധികമായിട്ടൊന്നും അറിയണ്ട. ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ പാകം കേട്ടോ. നമുക്ക് ബാക്കിയെല്ലാം അരച്ചെടുക്കാം. ഉഴുന്നെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഇതാ ഉഴുന്ന് മാവ്, റെസ്റ്റിന് വെച്ച ഉഴുന്ന് മാവ്. ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. ഇതിനായി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മതി കേട്ടോ. കുറച്ച് ഉപ്പിടാം. അധികം മാവണ്ട, പാകത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചത് ചേർക്കാം. വേപ്പിൻ്റെ ഇല, ഇതിനുള്ളിൽ ചപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ചേർക്കുകയാണ്. പിന്നെ കായപ്പൊടിയാണ് ഉപയോഗിക്കല് എല്ലാവരും. പക്ഷെ എൻ്റെ അടുത്ത് കായ ഇല്ലാത്ത കാരണം ഞാൻ ചുടുവെള്ളത്തിൽ കലർത്തിയിട്ട് ഈ കായം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാം. ഇതിനുള്ളിൽ വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിലിങ്ങനെ ഇതാക്കി ഒട്ടി പിടിക്കില്ല കയ്യിൽ. ഈ രണ്ട് കയ്യിലും ചെയ്യണം കേട്ടോ. എന്നാൽ കയ്യിലേക്ക് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു റൗണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചൂടെണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട്, കൈ പൊള്ളരുത് കേട്ടോ, സൂക്ഷിക്കണേ. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ഒന്നും കൂടെ ചെയ്യാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് എല്ലതും തയ്യാറാക്കി ഉഴുന്നുവട തയ്യാറായി കഴിഞ്ഞു. ഇതാ പെർഫെക്റ്റായ ഉഴുന്നുവട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.